പ്രിയപ്പെട്ടവരെ, നമസ്കാരം. CJPയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ നടന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള സമരം, ആ സമരം അതിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയ തോതിൽ അക്രമത്തിൽ കലാശിക്കുകയുണ്ടായി. CJPയുടെ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സമരത്തിൻ്റെ മറവിൽ രാജ്യത്ത് വലിയ തോതിലുള്ള കലാപങ്ങളും അതേപോലെ തന്നെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നാണ് ദില്ലി പോലീസ് ഇപ്പോൾ ബലമായിട്ട് സംശയിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദില്ലി പോലീസ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ദില്ലി പോലീസ് രാജ്യമാകെ 180ഓളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷിച്ചു വരികയാണ്. ഏതാണ്ട് നിരവധി ആളുകൾ ഈ CJPയുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രകോപനപരമായിട്ടുള്ള വീഡിയോകളും പോസ്റ്റുകളും പങ്കുവച്ചു എന്നാണ് ദില്ലി പോലീസ് ബലമായി സംശയിക്കുന്നത്. ചില യൂട്യൂബർമാരും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഈ കാര്യത്തിൽ വീഡിയോകളും പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കൃത്യമായ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസ് ഏതാണ്ട് 180ഓളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷിക്കുന്നത്. ദില്ലി പോലീസ് നിർണായകമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളാണ് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. ദില്ലി പോലീസ് പറയുന്നത് ഈ CJPയുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സമരത്തിൽ അക്രമം ഉണ്ടാക്കുവാൻ വേണ്ടിയും അതേപോലെ തന്നെ രാജ്യത്ത് കലാപം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടും ചില ആളുകൾ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ അവർ പ്രകോപനപരമായിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പോസ്റ്റുകൾ ഇടുകയും ഉണ്ടായി. ഇത് സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ട് ഈ സമരത്തിൽ അക്രമം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വഴി ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടന്നു എന്നതാണ്. ഇതാണ് ഇപ്പോൾ ദില്ലി പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തൊട്ടാകെ 180 സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ അത് തിരിച്ചറിഞ്ഞ് നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. എന്തായാലും ദില്ലി പോലീസിൻ്റെ ഈ അന്വേഷണത്തിലൂടെ യൂട്യൂബർമാരും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർമാരും അവര് ഈ സമരത്തെ ഏതെങ്കിലും തരത്തിൽ അക്രമത്തിലേക്ക് വഴിതിരിച്ചു വിടുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യം പുറത്തു വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കഴിഞ്ഞ ദിവസമാണ് ബംഗാളിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അവര് ഹമീം മണ്ഡൽ എന്നൊരാളെ അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹം പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയിട്ടുള്ള ഭീകരരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. ജന്തർ മന്ദറിൽ നടന്ന CJPയുടെ പ്രതിഷേധത്തിൽ പോലീസ് വേഷത്തിൽ കടന്നു കയറുവാനും അങ്ങനെ കയറി വലിയ തോതിൽ അക്രമം നടത്തുവാനുമായിട്ട് തീവ്രവാദ സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാണ് ഇയാളുടെ മൊഴികളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയാണ്. ബംഗാൾ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹമീമിൻ്റെ കൂട്ടാളിയും കാമുകിയുമായിട്ടുള്ള അർപ്പിത സർക്കാരിനെ ജാർഖണ്ഡിൽ നിന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇവരെ ഉടൻ തന്നെ ബംഗാളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നാണ് ഗൗരവ് ശർമ്മ ബംഗാളിലെ IG ആയിട്ടുള്ള ഗൗരവ് ശർമ്മ പറയുന്നത്. അതേപോലെ തന്നെ ഈ ഹമീമിന് ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ നുഴഞ്ഞു കയറി പോലീസ് വേഷത്തിൽ നുഴഞ്ഞു കയറി അക്രമം നടത്താൻ തീവ്രവാദ സംഘടനകൾ പ്ലാൻ ചെയ്തു, പദ്ധതി ഉണ്ടാക്കി എന്ന് പറയുന്ന ഈ ഹമീമിനെ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ എത്രത്തോളം പങ്കുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് രാജ്യവിരുദ്ധ ശക്തികൾ അതേപോലെ തന്നെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന്റെ മറവിൽ രാജ്യത്ത് വലിയ തോതിൽ കലാപമുണ്ടാക്കുവാനും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങൾ നടത്താൻ ശ്രമിച്ചു എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളിൽ നടന്നതുപോലെ ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുവാൻ മെറ്റ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളെ ഉപയോഗിച്ചു എന്ന് ദില്ലി പോലീസ് സംശയിക്കുകയാണ്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പറയാൻ കാരണം നരേന്ദ്രമോദി രാജ്യത്തെ യുവാക്കളോടായിട്ട് സംസാരിച്ച 2 ഇൻസ്റ്റഗ്രാം വീഡിയോകൾ ഫേസ്ബുക്കും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അവർ ആ പോസ്റ്റുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഡിലീറ്റ് ചെയ്തത് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. മെറ്റയുടെ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണം അൽഗോരിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പോസ്റ്റ് പിൻവലിച്ചത് എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള രാജ്യത്ത് കലാപമുണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യത്തെ അപഹസിക്കുന്ന തരത്തിലുള്ള നിരവധിയായിട്ടുള്ള റീലുകൾ CJP ഇറക്കിയിട്ടുള്ള റീലുകളുണ്ട്, അതേപോലെ അവരെ പിന്തുണയ്ക്കുന്നവർ ഇറക്കിയിട്ടുള്ള റീലുകളുണ്ട്. ഇതൊക്കെ തന്നെ അൽഗോരിതം പിൻവലിച്ചിട്ടുമില്ല. അപ്പോൾ വലിയ ഒരു സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് മെറ്റയും ഫേസ്ബുക്കിനെയും ഇൻസ്റ്റഗ്രാമിനെയും മറ്റ് ചില രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപത്തിനെ സഹായിച്ചതുപോലെ ഇന്ത്യയിലും സഹായിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റയുടെ തലവനായിട്ടുള്ള അരുൺ ശ്രീനിവാസിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ CJPയുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ദില്ലിയിൽ അത് മുതലെടുക്കുവാൻ വേണ്ടിയിട്ട് ചില തീവ്രവാദ സംഘടനകൾ, അത് മുതലെടുക്കുവാൻ വേണ്ടിയിട്ട് ചില നവമാധ്യമങ്ങളായിട്ടുള്ള മെറ്റയും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ചേർന്ന്, അതേപോലെ തന്നെ ചില വിദേശ NGOകൾ, ഇവരൊക്കെ ചേർന്നിട്ട് ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ് ദില്ലി പോലീസ് സംശയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യവ്യാപകമായിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അതേപോലെ തന്നെ ചില നിർണായക നീക്കങ്ങളും ദില്ലി പോലീസ് നടത്തുന്നത്. ഈ നീക്കങ്ങളുടെയൊക്കെ അവസാനം യഥാർത്ഥ ചിത്രം വെളിവാകും എന്ന് നമുക്ക് കരുതാം. രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന, രാജ്യത്ത് കലാപമുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ആളുകളെ ഈ അന്വേഷണത്തിലൂടെ തുറന്നു കാട്ടപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം.